അല്പസമയം മുൻപാണ്. എന്ന് വെച്ചാൽ 10 മണിയോടുകൂടിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി MTയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മലയാളത്തിൻ്റെ മഹാനായ കഥാകാരൻ, മഹാനായ നോവലിസ്റ്റ്, മഹാനായ മാധ്യമപ്രവർത്തകൻ, മഹാനായ ചലച്ചിത്രകാരൻ, ഏതെല്ലാം വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ, വരച്ചിടാൻ മലയാളിക്ക് കഴിയുമായിരിക്കും. ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് MT മനസ്സിൽ തൊട്ടുപോയ എത്ര മനുഷ്യരുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, നോവലുകൾ വായിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഒരേ ഒരു ചെറുകഥ മാത്രം വായിച്ചുകൊണ്ട് MT ആരാധനയോടെ കണ്ടവർ, ഹൃദയത്തിലേറ്റെടുത്ത മനുഷ്യർ എത്രയുണ്ടാവും ഇവിടെ. അദ്ദേഹം കൈവച്ചു പോയ എല്ലാ മേഖലകളെയും ഒരുപോലെ അനുഭവിച്ച മനുഷ്യരുണ്ടാവില്ല. ഒരുപക്ഷെ എഴുത്തുകാരൻ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്ന രൂപത്തിൽ, അതുമല്ലെങ്കിൽ ചലച്ചിത്രകാരൻ എന്ന രൂപത്തിൽ, സംവിധായകൻ എന്ന രൂപത്തിൽ ഏതെല്ലാമോ തലത്തിൽ ഏതെല്ലാമോ മനുഷ്യരെ ഏതെല്ലാമോ കാലങ്ങളിലായി സ്പർശിച്ച് വസന്തം അനുഭവിപ്പിച്ച് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് MT അതുല്യനാണ്. മറ്റാർക്കും പകരമായി എടുത്തു വയ്ക്കാൻ കഴിയാത്ത ഒരു പേരാണ് എന്നതിൽ തർക്കമില്ല. ലോക സാഹിത്യത്തിൻ്റെ വേദിയിലേക്ക് മലയാളിക്ക് അഭിമാനപൂർവ്വം എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു പേരാണ് MT എന്നതിൽ തർക്കമില്ല. അത്രമേൽ തലമുറകളെ പ്രചോദിപ്പിച്ച ഒരാൾ, തലമുറകളുടെ വേദനകളെ മനസ്സിലാക്കിയ ഒരാൾ, മനുഷ്യൻ്റെ ആന്തരിക ദുഃഖങ്ങളെ എടുത്തടയാളപ്പെടുത്തിയ ഒരാൾ. MT എത്രമേൽ സവിശേഷമായിരുന്നുവെന്ന് അദ്ദേഹത്തെ അനുഭവിച്ച ഓരോരുത്തരും ഓർത്തുവെക്കും. എത്രയോ കാലത്തേക്കുള്ള ഓർമ്മകൾ, എഴുത്തുകൾ, അനുഭവങ്ങൾ ബാക്കി വെച്ചാണ് MT കടന്നു പോകുന്നത്. എഡിറ്ററിനോടൊപ്പം തുടരുന്നു പ്രമോദ്. നമ്മൾ സംസാരിച്ച വിഷയം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അതിൽ തുടരാം. നിഷാദ്, ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ആ യാത്രയുടെ അതിന് സമാനമായ ഒരു യാത്ര, അന്ത്യയാത്ര നടത്തിയ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഭീമനും ദ്രൗപദിയും, അത് അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാമെന്നാണ് വിചാരിച്ചത്. അത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങേയറ്റം ഈ കൃതിയിലെ രണ്ടാമൂഴത്തിലെ ഏറ്റവും വൈകാരികമായൊരു മുഹൂർത്തമാണ് അത് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ടുപേരും വിട പറയുകയാണ്, ജീവിതത്തോട് വിട പറഞ്ഞ് മറ്റൊരു മഹാപ്രസ്ഥാനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഇരുവരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വൈകാരികത തുളുമ്പാതെ, അല്ലെങ്കിൽ അത് അമിതമായ ഭാഷാ പ്രയോഗങ്ങളിലൂടെ അത് കൊണ്ടുവരാതെ മറച്ചുവച്ച വാക്കുകൾ അല്ലെങ്കിൽ നിശബ്ദതകൾ കൊണ്ടുകൂടി എങ്ങനെയാണ് അദ്ദേഹം എഴുതിയതെന്ന് കാണാം. ഭീമൻ മന്ദഹസിച്ചു. പിന്നെ ദ്രൗപദിയുടെ നെറ്റിത്തടം തഴുകി. ദ്രൗപദി ഒരിക്കൽ കൂടി കണ്ണുകൾ തുറന്നടച്ചു. ശരീരം നിശ്ചലമായി. വിയർപ്പിൽ മുങ്ങിയ ശിരസ് അയാൾ താഴെ വച്ചു. ഇപ്പോൾ താമരപ്പൂവിൻ്റെ ഗന്ധമില്ല, മനുഷ്യ വിയർപ്പിൻ്റെ മണം. ഭീമൻ എഴുന്നേറ്റു. മുമ്പേ നടന്നുപോയവർ അകലെ എത്തിക്കഴിഞ്ഞു. മഹാമേരുവിലെവിടെയോ വീഴാത്തവരെ സ്വീകരിക്കാൻ ദേവരഥം ഒരുങ്ങി നിൽക്കുകയാവും. ഗിരിനിരകൾ നോക്കിക്കൊണ്ട് പിന്നെയും ഭീമൻ സംശയിച്ചു. താഴെ മലയിടുക്കിൽ കാടിൻ്റെ പച്ചത്തലപ്പുകൾ കണ്ടു. വീണവരുടെ ആത്മാവുകളും വീരസ്വർഗത്തിലെത്തിച്ചേരുന്നു. വിശപ്പില്ലാത്ത, വിയർപ്പില്ലാത്ത, പൂക്കൾ വാടാത്ത സ്വർഗം. കാമക്രോധാദികൾ ഇല്ലാത്തവർക്കുള്ള സ്വർഗം. ഒഴിഞ്ഞുകിടക്കുകയാണിപ്പോൾ രണ്ടാം പീഠം. അവിടെ ഇരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ജിതേന്ദ്രിയനല്ല. വിജനതയിൽ നിന്ന് വിജനതയിലേക്ക് കടക്കുമ്പോഴൊക്കെ തൻ്റെ കണ്ണുകൾ തേടുന്നുണ്ടായിരുന്നു അജ്ഞാത വനങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ശത്രു, അശ്വത്ഥാമാവിൻ്റെ രൂപം. ഇല്ല, ഞാൻ ജിതേന്ദ്രിയനായിട്ടില്ല. വീണുകിടക്കുന്ന ദ്രൗപദി മധ്യവയസ്സിലും സുന്ദരിയാണെന്ന് തോന്നിയ ഭീമൻ ജിതേന്ദ്രിയനല്ല. സ്ത്രീയെ പങ്കിടുന്നതിൽ, സ്വാർത്ഥതയുടെ രോഷം പുകഞ്ഞുകൊണ്ടിരുന്നതിൽ എന്നും ക്ഷത്രിയനുണ്ടായിരുന്നില്ല. അലറി കാട് കുലുക്കിയ കാട്ടാളനായിരുന്നു മനസ്സിൽ. അകലത്തെ കാടുകളുടെ പച്ചപ്പിലേക്ക് നോക്കി നിന്നപ്പോൾ നഷ്ടപ്പെട്ട ശക്തി ഒഴുകി തിരിച്ചെത്തുന്നത് പോലെ തോന്നി. കാട്, ആനമേയുന്ന ഈന്തൽ പടർപ്പുകൾ, കാട്ടാടുകളുടെ കൊമ്പുരഞ്ഞ് തീപാറുന്ന ശിലാശൃംഗങ്ങൾ, വേട്ടക്കാരുടെ കൊലവിളികൾ, കാട്ടാളരുടെ കളിത്തട്ടായ കാട്. അകലെ എങ്ങോ, അവിടെ എങ്ങോ കാമത്തിൻ്റെ തീപ്പൊരികൾ കെടാതെ കാത്ത് ഒരു കറുത്ത സുന്ദരി അലയുന്നുണ്ട്. അവിടെ എങ്ങോ വ്രണം പൊട്ടിയ ശിരസുമായി ഒരു ശത്രുവും അലയുന്നുണ്ട്. അത് രണ്ടുമുള്ളപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന രണ്ടാമത്തെ പീഠത്തിന് താൻ അർഹനല്ല. ചെങ്കുത്തായ വഴിയിലൂടെ ഇടറാത്ത കാലുകൾ അമർത്തിച്ചവിട്ടി വീണുകിടക്കുന്ന ശ്യാമമേഘം പോലെ താഴത്ത് കാണുന്ന വനഭൂമിയിലെത്താൻ വേണ്ടി ഭീമസേനൻ നടന്നു. അപ്പോൾ വഴികാട്ടാൻ വേണ്ടി വെള്ളപ്പറവകൾ മേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വ്യൂഹം ചമച്ച് മുമ്പേ താഴ്വരയിലേക്ക് പറന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് ഉരുവാകുന്ന ഒരു ചിത്രമുണ്ട് നിഷാദ്. അത് മറ്റാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത
കഴിയാത്ത. ഒരുപക്ഷെ ഇപ്പോൾ ലോക സാഹിത്യത്തിൽ നമുക്ക് എടുത്തു പറയാമെന്ന് വെച്ചാൽ ഇതേ സമാനമായ വാക്കുകളുടെ ഒരു സംഘാതത്തിലൂടെ അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞ വളരെ കുറച്ച് സാഹിത്യകാരന്മാർ, ഓരോ കാലഘട്ടങ്ങളിലേത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സാഹിത്യകാരന്മാരേ ഉള്ളൂ. ഒരുപക്ഷെ വികാരത്തെ വികാരം കൊണ്ടല്ല, അദ്ദേഹം വികാരമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഡിസ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ട് അദ്ദേഹം നമ്മളുടെ മുമ്പിലെത്തി നമ്മളെ വല്ലാതെ അങ്ങ് വീഴ്ത്തുന്ന ഒരു രചനാരീതി. അത് രണ്ടാമൂഴത്തിൽ വളരെ പ്രകടമാണ്. മഞ്ഞിൽ നമ്മളത് കണ്ടു, അദ്ദേഹത്തിൻ്റെ മറ്റ് എല്ലാ കൃതികളിലും കണ്ടു. ചെറുകഥകളിലാകട്ടെ ഇത് സ്ഫോടനാത്മകമായി എന്താ പറയുക, അതിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു, അതിൽ ഉറഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പോൾ MT എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്ര നിമിഷങ്ങളിൽ ഓർക്കപ്പെടുന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രഗത്ഭനായ പ്രാഗൽഭ്യം, അതാണ് ആ ഭാഷ ഉപയോഗിച്ചതിൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് എപ്പോഴും നമ്മൾ തൊഴുന്ന ഒരാളായിക്കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇപ്പോൾ MT വാസുദേവൻ നായരുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യം.